നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലും നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഏകദേശം 249ഓളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലുള്ള സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ്. മാനേജർ, കാഷ്യർ, ജൂനിയർ ക്ലർക്ക്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങി വിവിധ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടത്തുവാൻ പോകുന്നത്. പോസ്റ്റൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ പോസ്റ്റൽ വഴി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ കാണാം. 3/8/2021 ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. 4/2021, 5/2021, 6/2021, 7/2021, 8/2021 തുടങ്ങിയിട്ടുള്ള 5 വിജ്ഞാപനങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴത്തേക്ക് നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. അതിൽ ആദ്യത്തേത് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കാണ്. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പോസ്റ്റുകൾക്കും പ്രത്യേകം അപേക്ഷാ ഫോമുകളുമുണ്ട്. അത്തരത്തിൽ 5 അപേക്ഷാ ഫോമുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ഒരു അപേക്ഷാ ഫോമുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. അതിനു താഴെ ചലാൻ ഫോമുകളുണ്ട്. അപേക്ഷാ ഫീസ് ചലാൻ വഴിയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതെങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ പറയുന്ന ചലാൻ ഫോമുകൾ കൂടി നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനം എക്സ്പീരിയൻസ് ഉള്ള സുഹൃത്തുക്കൾ സബ്മിറ്റ് ചെയ്യേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാതൃകയും ഏറ്റവും അവസാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കാണുന്ന നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്തു വരുന്നതായിരിക്കും. നമുക്കിവിടെ കാണാം 3/8/2021 ഓഗസ്റ്റ് 3 ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. തപാൽ വഴി നിങ്ങളുടെ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 1/9/2021 ബുധനാഴ്ച വൈകുന്നേരം 5 മണിയാണെന്നും ഇവിടെ തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ 5ഓളം പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. 5 വിജ്ഞാപനങ്ങൾക്ക് കൂടി ഒറ്റ നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം ഏറ്റവും ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വിജ്ഞാപന നമ്പർ 4/2021 അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ചൊരു അംഗീകൃത സർവകലാശാല ബിരുദവും, അതായത് ഏതെങ്കിലും വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രിയും അതോടൊപ്പം സഹകരണ ഹയർ ഡിപ്ലോമ അതായത് HDC പാസ്സായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDC പാസ്സായാലും മതി ഡിഗ്രിയോടൊപ്പം. ഇനി അതല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ HDC അല്ലെങ്കിൽ HDCM ഡിഗ്രിയോടൊപ്പം പാസ്സായാലും അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC ഡിഗ്രിയോടൊപ്പം പാസ്സായാലും നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഈ പറയുന്ന 2 ക്വാളിഫിക്കേഷനും ഇല്ലാത്ത സുഹൃത്തുക്കളാണെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അല്ലെങ്കിൽ MSc സഹകരണം ആൻഡ് ബാങ്കിങ്ങിൽ പഠിച്ച് പൂർത്തിയാക്കിയ സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി പറയുന്ന 3 ക്വാളിഫിക്കേഷൻസും ഇല്ലെങ്കിൽ കൂടി 4ാമത്തെ ഒരു ക്വാളിഫിക്കേഷൻ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്ക് ചേർത്ത് 50% മാർക്കിൽ കുറയാത്ത BCom ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ 4 വ്യത്യസ്ത ക്വാളിഫിക്കേഷൻസ് ഉള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി, മാനേജർ, ചീഫ് അക്കൗണ്ടന്റ് തുടങ്ങിയുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഏതൊക്കെ സഹകരണ ബാങ്കുകൾ അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളിലാണ് ഈ പറയുന്ന ഒഴിവുകളുള്ളത് എന്നുള്ള കാര്യം ഇവിടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സംഘങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമുള്ള ഒഴിവുകൾ, ഈ ഒരു പോസ്റ്റുകളിലേക്കുള്ള ഒഴിവുകൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തൊട്ട് താഴെ നൽകിയിട്ടുണ്ട് ഈ ഒരു ടേബിളിൽ. അപ്പോൾ നമുക്കിവിടെ കാണാം 7ഓളം സഹകരണ ബാങ്കുകളിലും സംഘങ്ങളിലുമാണ് ഈ പറയുന്ന ഒഴിവുകളുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി വേക്കൻസികൾ ഉള്ളത് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി തൊട്ട് താഴെ 2ാമത്തെ പോസ്റ്റാണ് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ പോസ്റ്റുകളാണ്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് നൽകിയിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം SSLC
SSLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അഥവാ JDC കഴിഞ്ഞിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. SSLCയും JDCയും കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളുടെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, അതായത് GDC കോഴ്സ് ഉണ്ട്. ഇത് കാസർഗോഡ് ജില്ലയിൽപ്പെട്ട സുഹൃത്തുക്കൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്തരത്തിലുള്ള സുഹൃത്തുക്കൾക്ക് GDC SSLCയോടൊപ്പം GDC കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. കാസർഗോഡുള്ള സുഹൃത്തുക്കളാണെങ്കിൽ അവർക്ക് SSLCയോടൊപ്പം GDC കഴിഞ്ഞാൽ അപേക്ഷിക്കാം. കേരളത്തിലുള്ള സുഹൃത്തുക്കളാണെങ്കിൽ SSLCയോടൊപ്പം JDC ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഈ പറയുന്ന രണ്ട് ക്വാളിഫിക്കേഷൻസ് അല്ലാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത് BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ യോഗ്യതയുമുള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് സഹകരണം ഐച്ഛിക വിഷയമായിട്ട് പഠിച്ചെടുത്ത BCom ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം, അതോടൊപ്പം HDC ഉള്ള സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDC, അതല്ലെങ്കിൽ HDC ആൻഡ് BM, അതല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ HDC അല്ലെങ്കിൽ HDCM. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു HDC യോഗ്യത ഉണ്ടായിരിക്കണം, അതോടൊപ്പം ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം. അതല്ലെങ്കിൽ BComനോടൊപ്പം ഈ പറയുന്ന സഹകരണം ഐച്ഛിക വിഷയമായിട്ട് പഠിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഏറ്റവും അവസാനം ഇതല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിച്ച സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് JDC ഡിഗ്രിയോടൊപ്പം ഉണ്ടെങ്കിലും അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അതുമല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ആൻഡ് ബാങ്കിങ് പഠിച്ച സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ 4ഓളം വ്യത്യസ്ത ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള സുഹൃത്തുക്കൾക്ക് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വ്യക്തമായി തന്നെ വായിച്ചു നോക്കുക. ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. ഇനി തൊട്ട് താഴെ ഏതൊക്കെ ബാങ്കുകളിലും സംഘങ്ങളിലുമാണ് ഈ പറയുന്ന ഒഴിവുകൾ ഉള്ളത്, ജൂനിയർ ക്ലർക്ക് പോസ്റ്റുകളിലേക്കുള്ള ഒഴിവുകൾ ഉള്ളത് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും ഈ പറയുന്ന ജൂനിയർ ക്ലർക്ക് കാഷ്യർ ഒഴിവുകളുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ 96ഓളം സഹകരണ ബാങ്കുകളിലും സംഘങ്ങളിലുമായിട്ടാണ് ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെയും ജൂനിയർ ക്ലർക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കാറ്റഗറി നമ്പർ 6/2021 അടുത്ത പോസ്റ്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ ആയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അതല്ലെങ്കിൽ IT, അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ MCA, അതുമല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് IT കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻസ് ഉള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. ഡിസൈറബിൾ ആയിട്ട് റെഡ് ഹാറ്റ് സർട്ടിഫിക്കേഷൻ വിൽ ബി ആൻ ആഡഡ് അഡ്വാൻറ്റേജ് എന്നും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി എക്സ്പീരിയൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പോസ്റ്റുകളിലേക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മിനിമം വർക്കിംഗ് എക്സ്പീരിയൻസ് 3 വർഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പരിശോധിച്ച നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ലിങ്ക് കൂടി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന യോഗ്യതകളുള്ള സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഏതൊക്കെ ബാങ്കുകളിലാണ് ഒഴിവുകളുള്ളത്? 6ഓളം വ്യത്യസ്ത ബാങ്കുകളിലായിട്ടാണ് ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെയുള്ളത്. അടുത്ത 7/2021 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റ് ആണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 3 വ്യത്യസ്ത യോഗ്യതകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പറയുന്ന യോഗ്യതകൾ എല്ലാം ഉള്ള സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതായത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രി ആവശ്യമാണ്. അതോടൊപ്പം കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഏതൊക്കെ ബാങ്കുകളിലാണ് ഈ ഒഴിവുകളുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 8ഓളം വ്യത്യസ്ത സഹകരണ ബാങ്കുകളിലായിട്ടാണ് ഈ പറയുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റുകളിലേക്കുള്ള ഒഴിവുകൾ ഇവിടെ ഉള്ളത്. ഇനി ഏറ്റവും അവസാനം നമുക്ക് ഇവിടെ കാണാം കാറ്റഗറി നമ്പർ 8/2021 ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റും ഉണ്ട്. അത് നിലവിൽ ഒരു ബാങ്കിലേക്കാണ് റിക്രൂട്ട്മെന്റ് ഉള്ളത്. കോമേരി സർവീസ് സഹകരണ ബാങ്കിലേക്കാണ് ഈ പറയുന്ന ടൈപ്പിസ്റ്റ് വാക്കൻസി ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ടൈപ്പിസ്റ്റ് പോസ്റ്റിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് SSLC ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ KGTE ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ പാസ്സായ സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഈ ഒരു SSLCയോടൊപ്പം ഈ പറയുന്ന ടൈപ്പിംഗ് യോഗ്യതകൾ കൂടിയുള്ള സുഹൃത്തുക്കൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ അത്രയും ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വളരെ മികച്ചൊരു സാലറി തന്നെയാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് ലഭിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 18,000 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള പേ സ്കെയിലാണ് പല പോസ്റ്റുകളിലുമായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. ഇത്രയും പോസ്റ്റുകളിലുമായി ചേർത്തിട്ടാണ് ഈ പറയുന്ന 249ഓളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി പ്രായപരിധി പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായപരിധി 1/1/2021 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാകുന്നു എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST വിഭാഗത്തിലുള്ള സുഹൃത്തുക്കൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
OBC അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും വികലാംഗർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ് വയസ്സിൽ എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും 18 വയസ്സ് മുതൽ 40 വയസ്സിലുള്ളവരാണ് അപേക്ഷിക്കേണ്ടത്. ഈ പറയുന്ന കാറ്റഗറി SC ST അതുപോലെ തന്നെ OBC എക്സ് സർവീസ്മെൻ അതുപോലെ തന്നെ വിധവകൾ എന്നിവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷ 80 മാർക്കിനാണ്. ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിന്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് പ്രസ്തുത ബാങ്കിലെ അഭിമുഖം മാക്സിമം 15 മാർക്കിനായിരിക്കും. അതുകൊണ്ട് തന്നെ അഭിമുഖത്തിന് മിനിമം 3 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ബാക്കി 12 മാർക്ക് അഭിമുഖത്തിന്റെ പ്രകടനത്തിനുമാണ് ലഭിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്തരത്തിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ എക്സാമും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനിയാണ് നൽകിയിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്ക് ജനറൽ കാൻഡിഡേറ്റ്സിനും വയസ്സ് ഇളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും ഒരു സംഘം അല്ലെങ്കിൽ ഒരു ബാങ്കിന് 150 രൂപയും തുടർന്നുള്ള ഓരോ ബാങ്കിനും 50 രൂപ വീതവും അധികമായിട്ട് പരീക്ഷാ ഫീസ് അടയ്ക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി SC ST തുടങ്ങിയിട്ടുള്ള കാറ്റഗറിയുള്ള സുഹൃത്തുക്കൾക്ക് ഒരു ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ ബാങ്കിനും 50 രൂപ വീതവുമായിട്ടാണ് അധികമായിട്ട് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്ക് അപേക്ഷിക്കുന്നതിന് ഒരു അപേക്ഷാ ഫോമും ഒരു ചലാൻ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റും മാത്രമേ സമർപ്പിക്കേണ്ടതുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചലാൻ അല്ലെങ്കിൽ DD വഴിയാണ് നിങ്ങൾ ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ SC ST അല്ലാത്ത സുഹൃത്തുക്കൾ ജനറൽ OBC തുടങ്ങിയിട്ടുള്ള കാറ്റഗറിയുള്ള SC ST അല്ലാത്ത മറ്റെല്ലാ കാറ്റഗറിയിലുള്ള അതായത് വയസ്സ് ഇളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ള കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്കാണ് ഓരോ ബാങ്കിനും 150 രൂപ ആദ്യം അടയ്ക്കേണ്ടത്. പിന്നീട് നിങ്ങൾ എത്ര ബാങ്കുകളിലേക്കാണ് അപേക്ഷിക്കുന്നത് അത്തരത്തിൽ ഓരോ ബാങ്കുകൾക്കും 50 രൂപ വീതമാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അതായത് 4 ബാങ്കുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ 150 പ്ലസ് 50 പ്ലസ് 50 പ്ലസ് 50 150 പ്ലസ് 150 300 രൂപയായിരിക്കും. അത്തരത്തിൽ 4 ബാങ്കുകളിലേക്ക് അപേക്ഷിക്കുന്ന ഈ ഒരു ജനറൽ അതുപോലെ തന്നെ SC ST അല്ലാത്ത മറ്റ് കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കളും അപേക്ഷിക്കുമ്പോൾ അടയ്ക്കേണ്ട ഫീസ്. ഇനി SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ 3 ബാങ്കുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ SC ST കാൻഡിഡേറ്റ്സിന് 50 രൂപയാണ് ഒരു ബാങ്കിനുള്ളത്. പിന്നീടുള്ള ഓരോ ബാങ്കിനും 50 രൂപ വീതമാണ്. അതുകൊണ്ട് തന്നെ 3 ബാങ്കുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ 150 രൂപയായിരിക്കും നിങ്ങൾക്ക് ഫീസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം ഈ ഒരു ഭാഗം വായിച്ചു നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ നോക്കൂ. എന്നിട്ട് ആ ഒരു രൂപ അതായത് ഒറ്റ ചലാൻ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് മാത്രമേ നിങ്ങൾ അയക്കേണ്ടതുള്ളൂ. അല്ലാതെ ഓരോ ബാങ്കിന് വേണ്ടിയിട്ട് ഓരോ DD അല്ലെങ്കിൽ ചലാൻ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ എത്ര രൂപയാണ് ടോട്ടൽ വരുന്നത് ആ ഒരു ടോട്ടൽ രൂപയാണ് നിങ്ങൾ ചലാൻ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി നിങ്ങൾ ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷാ ഫീസ് ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്ക് എന്നീ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ ചലാൻ വഴി നേരിട്ട് അടയ്ക്കാവുന്നതാണ്. അതിനാവശ്യമായ ചലാൻ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിൽ നേരത്തെ കണ്ട നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ അത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ചലാൻ വഴി അടയ്ക്കുന്നവർക്ക് അങ്ങനെയും അടയ്ക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI എന്നീ ബാങ്കുകളിൽ നിന്നും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ തിരുവനന്തപുരത്തെ ക്രോസ് ചെയ്ത് CTS പ്രകാരം മാറാവുന്ന DD അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റും നിങ്ങൾക്ക് അത്തരത്തിലും ഫീസ് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ DD അല്ലെങ്കിൽ ചലാൻ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ചലാൻ ആണെങ്കിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെഡറൽ ബാങ്ക്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ പോയി നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. ചലാൻ്റെ ഫോം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നീട് വരുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ DD അടയ്ക്കേണ്ട സുഹൃത്തുക്കളാണെങ്കിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ SBIന്റെ ബ്രാഞ്ചുകളിലോ പോയിട്ട് നിങ്ങൾക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ തിരുവനന്തപുരത്തെ ക്രോസ് ചെയ്ത് CTS പ്രകാരം മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റിന് ഫോം ഒന്നുമില്ല. നിങ്ങൾക്ക് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ DD അടയ്ക്കാനാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയാൽ അവർ അതിന്റെ ഫോമും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മാത്രമല്ല ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ ഒറിജിനൽ കോപ്പി നിങ്ങളുടെ കൈവശം തരുന്നതായിരിക്കും. ഇനി മറ്റ് ബാങ്കിൽ നിന്നും എടുക്കുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് പരീക്ഷാ ഫീസായി സ്വീകരിക്കാത്തതും അതോടൊപ്പം തന്നെ അപേക്ഷ നിരസിക്കുന്നതുമാണ് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബാങ്കുകളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഫീസ് അടയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക. പണമടച്ചതിന്റെ ചലാൻ റെസീറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അതായത് ചലാൻ വഴിയാണ് നിങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ ചലാൻ റെസീറ്റും, അല്ല DD ആണ് അടയ്ക്കുന്നതെങ്കിൽ DDയുടെ ആ ഒരു ഒറിജിനൽ ഫോമും നിങ്ങൾ അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ആ വിവരം അപേക്ഷയിൽ പ്രത്യേകം കാണിച്ചിരിക്കേണ്ടതുമാണ്. വിജ്ഞാപന തീയതിക്ക് ശേഷം എടുക്കുന്ന DD മാത്രമേ, അതായത് പരീക്ഷയ്ക്കായി ഫീസ് ഇനത്തിൽ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് ഇനി നിങ്ങൾ അടയ്ക്കുന്ന DD ആണ് പരിഗണിക്കുകയുള്ളൂ. നേരത്തെ എടുത്തു വെച്ച DD ഒന്നും ഇതിനു വേണ്ടിയിട്ട് അടയ്ക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപേക്ഷയും അനുബന്ധങ്ങളും ബോർഡ് നിശ്ചയിച്ചിട്ടുള്ളത്, അതായത് അപേക്ഷയോടൊപ്പം ഈ പറയുന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ 1/9/2021 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ടാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ആ ഒരു അഡ്രസ്സിലേക്ക് തപാൽ വഴി അയക്കേണ്ടത്. ഇനി നേരത്തെ നമ്മൾ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ അപേക്ഷാ ഫോം കണ്ടിരുന്നു. അപേക്ഷാ ഫോമും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്
ബോർഡ് നിഷ്കർഷിച്ചിട്ടുള്ള രീതിയിൽ തന്നെ സമർപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അപേക്ഷാ ഫോമിനോടൊപ്പം ഫില്ലപ്പ് ചെയ്ത അപേക്ഷാ ഫോമും ചലാൻ റെസീറ്റ് അല്ലെങ്കിൽ ഈ ഒരു DD ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും ഫീസ് അടച്ചതിന്റെ ഒരു രേഖയായിട്ട്. അതും നിങ്ങൾ അപേക്ഷയോടൊപ്പം വെക്കണം. അതോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിരിക്കുന്ന പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നിങ്ങൾ വെക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ വയസ്സ്, ജാതി, വിമുക്ത പഠൻ, ഭിന്നശേഷിക്കാർ എന്നിവർ അവരുടെയൊക്കെ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വെക്കണം. അത്തരത്തിൽ ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ പെടുന്നത് ആ ഒരു കാറ്റഗറിയിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അതിന്റെ കോപ്പിയും അതിന്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി നിങ്ങൾ ഇതിനോടൊപ്പം വെക്കേണ്ടതുണ്ട്. ഇനി ഒരിക്കൽ കൂടി അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിരിക്കണം. അതായത് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കൊന്നും അപേക്ഷിക്കാൻ കഴിയില്ല. നിലവിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നേടിയെടുത്ത സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷകൾ നേരിട്ടോ തപാൽ മുഖേനയോ സെക്രട്ടറി, സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ബിൽഡിംഗ്, ഓവർ ബ്രിഡ്ജ്, ജനറൽ പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 695-001 എന്നീ വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അപേക്ഷാ ഫോമും മറ്റു കാര്യങ്ങളും പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരികെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അപേക്ഷാ ഫോമിന്റെ 5 പോസ്റ്റുകളിലേക്കുമുള്ള സെപ്പറേറ്റ് അപേക്ഷാ ഫോമുകളുടെ ലിങ്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. അതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഇതാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഇത് ആദ്യത്തെ പോസ്റ്റായ അസിസ്റ്റന്റ് സെക്രട്ടറി, മാനേജർ, ചീഫ് അക്കൗണ്ടന്റ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. 4/2021 അപേക്ഷാ ഫോമാണിത്. അപേക്ഷാ ഫോം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഗ്രാഫ് നിങ്ങൾ റൈറ്റ് സൈഡിൽ ഒട്ടിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദ്യോഗാർത്ഥി 6 മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ള കാര്യം. അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതായത് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിന് താഴെ മുഖം മറയാത്ത രീതിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു സിഗ്നേച്ചർ നൽകാവുന്നതാണ്. അത്തരത്തിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ ഇവിടെ ഒട്ടിക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഫില്ലപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ക്രമ നമ്പർ, അതുപോലെ തന്നെ കോഴ്സിന്റെ പേര് തുടങ്ങിയുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ നിങ്ങൾ ഈ ഒരു ടേബിളിലാണ് നിങ്ങൾ നൽകേണ്ടത്. പിന്നെ നിങ്ങളുടെ പോസ്റ്റിലേക്ക് വേണ്ട ഉദ്യോഗാർത്ഥിയുടെ അടിസ്ഥാന യോഗ്യത, അപ്പോൾ നിങ്ങൾ ഈ ഒരു സെക്രട്ടറി പോസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് യോഗ്യതയാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ യോഗ്യതകൾ ഇവിടെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക. പിന്നെ അതിനുശേഷം നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ നോക്കിയതിന് ശേഷം സംഘത്തിന്റെ പേര് എഴുതണം. ആ ഒരു ബാങ്കിന്റെ പേര് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നോക്കി ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഇനി അപേക്ഷിക്കുന്ന തസ്തിക, ബാങ്കുകൾ എന്നിവയുടെ മൊത്തം എണ്ണം, എത്ര ബാങ്കുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ ടോട്ടൽ ആക്കിയിട്ട് എത്രയാണെന്ന് എണ്ണി നോക്കിയതിന് ശേഷം അത് നിങ്ങളിവിടെ എഴുതേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഏത് വഴിയാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്, അതായത് ചലാൻ വഴിയാണ് നിങ്ങൾ ഫീസ് അടച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചലാൻ നമ്പർ ഇവിടെ നൽകുക. ബാങ്കിന്റെ പേര്, ശാഖയുടെ പേര്, അടച്ച തീയതി, തുക, മൊബൈൽ നമ്പർ എന്നിവ നൽകുക. ഇനി ചലാൻ വഴിയല്ല നിങ്ങൾ DD വഴിയാണ് അയച്ചിരിക്കുന്നതെങ്കിൽ ചലാന്റെ ഭാഗം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ DD നമ്പർ, ബാങ്കിന്റെ പേര്, ശാഖയുടെ പേരും അടച്ച തീയതിയും തുകയുമാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഇനി നിർബന്ധമായും താഴെ പറയുന്ന രേഖകൾ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഇവിടെ നൽകിയത്. അതായത് വയസ്സ് തെളിയിക്കുന്നതിന് SSLC, ICSE, CBSE സർട്ടിഫിക്കറ്റുകൾ, ജാതി തെളിയിക്കുന്നതിന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ, പിന്നെ അത്തരത്തിൽ നിങ്ങൾ വിമുക്ത പഠനമാണോ വികലാംഗത്വം തെളിയിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് വേണോ, അത്തരത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോ എന്ന് നൽകാം. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സിന്റെ കോപ്പികൾ, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ നിങ്ങൾ അയക്കേണ്ടി വരും. പിന്നെ ഫീസ് അടച്ച് തെളിയിക്കുന്നതിന്, അതായത് ഇപ്പോൾ ചലാൻ വഴിയാണെങ്കിൽ ചലാൻ റെസീറ്റ്, DD വഴിയാണെങ്കിൽ DDയുടെ ഒറിജിനൽ കോപ്പി എന്നിവയാണ് നിങ്ങൾ അയക്കേണ്ടത്. ഇനി സ്ഥലം, തീയതി, അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പും നിങ്ങളുടെ പേരും ഇവിടെ എഴുതുക. എന്നതിന് ശേഷം അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപേക്ഷയിലെ കോളങ്ങൾ പൂരിപ്പിക്കുമ്പോൾ ചുവടെ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. എന്നതിന് ശേഷം അപേക്ഷാ ഫോം ഫില്ലപ്പ് ചെയ്യുക. മലയാളത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കാവുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം വായിച്ച് നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫീസ് അടയ്ക്കേണ്ട രീതി എത്തരത്തിലാണെന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ 3 ബാങ്കുകളിലേക്കാണ് അടയ്ക്കുന്നതെങ്കിൽ 150 രൂപ, ജനറൽ കാൻഡിഡേറ്റ്സ് 150 രൂപയും പിന്നെ പിന്നീട് വരുന്ന ഓരോ ബാങ്കുകൾക്ക് 50 രൂപ വീതം, അത്തരത്തിൽ 250 രൂപയാണ് 3 ബാങ്കുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ വരിക. നേരെ മറിച്ച് SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ SC ST കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഒരു ബാങ്കിലേക്ക് 50 രൂപയും പിന്നീട് വരുന്ന ഓരോ ബാങ്കുകളിലേക്കും 50 രൂപ വരിക. അത്തരത്തിൽ അവർക്ക് 3 ബാങ്കുകളിലേക്ക് അടയ്ക്കുമ്പോൾ 150 രൂപയായിരിക്കും വരിക. ജനറൽ അതുപോലെ തന്നെ SC ST വിഭാഗത്തിൽപ്പെടാത്ത മറ്റ് വിഭാഗങ്ങളിലുള്ളവർക്ക് 250 രൂപയായിരിക്കും 3 ബാങ്കുകളിലേക്ക് അടയ്ക്കുമ്പോൾ വരിക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ അപേക്ഷാ ഫോം. ഇത്തരത്തിലാണ് എല്ലാ അപേക്ഷാ ഫോമുകളും ഫില്ലപ്പ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ അപേക്ഷാ ഫോം ഇതാണ്. ഇത് ജൂനിയർ ക്ലർക്ക്, കാഷ്യർ പോസ്റ്റിന്റെ അപേക്ഷാ ഫോമാണ്. അത് നിങ്ങൾക്ക് ഇത്തരത്തിൽ പരിശോധിച്ച് നോക്കാം. അത്തരത്തിൽ ഏത് പോസ്റ്റിന്റെ അപേക്ഷാ ഫോമാണ് അത് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണുവാൻ കഴിയും. അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. അത്തരത്തിൽ ഇത് 3ാമത്തെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിന്റെ അപേക്ഷാ ഫോമാണ്. അതും നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് 4ാമത്തെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ അപേക്ഷാ ഫോമാണ്. ഇത് 5ാമതായിട്ട് ടൈപ്പിസ്റ്റ് പോസ്റ്റിന്റെ അപേക്ഷാ ഫോമാണ്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നിലവിൽ നടത്തുവാൻ പോകുന്നത്. ഇനി പറയുന്ന അപേക്ഷാ ഫോമുകൾക്ക് താഴെയായിട്ട് 2 ചലാന്റെ ഫോമുകളുടെ ലിങ്ക്
ലിങ്കുകളും ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ആദ്യത്തെ ചലാൻ ഇതാണ്. അതായത് ഇത് കോഓപ്പറേറ്റീവ് ബാങ്ക് വഴിയാണ് നിങ്ങൾ ഫീസ് അടയ്ക്കുന്നതെങ്കിൽ, ചലാൻ വഴി ഫീസ് അടയ്ക്കുന്നവരാണ് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ കോഓപ്പറേറ്റീവ് ബാങ്ക് വഴിയാണ് നിങ്ങൾ ചലാൻ വഴിയാണ് ഫീസ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം തൊട്ടടുത്തുള്ള കോഓപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. പിന്നെ രണ്ടാമത്തെ ചലാൻ്റെ ലിങ്ക് ഫെഡറൽ ബാങ്കിൻ്റെതാണ്. അതായത് നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് വഴിയും ഈ ഒരു ചലാൻ വഴി നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഫെഡറൽ ബാങ്ക് വഴിയാണ് നിങ്ങൾ ചലാൻ വഴിയാണ് ഫീസ് അടയ്ക്കുന്നതെങ്കിൽ ഫെഡറൽ ബാങ്ക് വഴി അയക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ചലാൻ ഫോമാണ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ബാങ്കിലേക്ക് പോയി അവിടെ നിന്നും ഫില്ലപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ചലാൻ്റെ ഫോമുകളും നിങ്ങൾക്ക് ഇവിടെ നിന്നും അവൈലബിൾ ആണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നീട് വരുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഏറ്റവും ലാസ്റ്റ് കാണുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയും വരുന്നതായിരിക്കും. അതായത് 2 പോസ്റ്റുകളിലേക്ക് ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള സുഹൃത്തുക്കൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്താണ് നിങ്ങൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാ ലിങ്കുകളും ഈ ഒരു പേജിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് താഴെ നൽകാം. എല്ലാ ലിങ്കുകളും നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അപേക്ഷാ ഫോം. നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. കാരണം അത് വിശദമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിയതിന് ശേഷം ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അപേക്ഷാ ഫോമിൽ നൽകേണ്ടത്. ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, പേരും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അപേക്ഷയിൽ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വിശദമായിട്ട് പരിശോധിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം, നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് താഴെ നൽകാം. അതോടൊപ്പം തന്നെ ഈ ഒരു പേജിൻ്റെ ലിങ്കും താഴെ നൽകാം. അങ്ങനെയാണ് നിങ്ങൾക്ക് അപേക്ഷാ ഫോമുകളുടെ ഓരോ ലിങ്കുകളും ഈ ഒരു പേജിൽ അവൈലബിൾ ആണ്. നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് നൽകാം. പിന്നെ അതോടൊപ്പം തന്നെ ചലാൻ്റെയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടവർക്ക് അതിൻ്റെ ഫോമും ഇവിടെ അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 1/9/2021 ബുധനാഴ്ച സെപ്റ്റംബർ 1 അപേക്ഷിക്കേണ്ട അവസാന തീയതി. അതായത് നിങ്ങളുടെ അപേക്ഷകൾ അവിടെ തപാൽ വഴി എത്തേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 1. ഇത്രയും കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാനുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. എന്തായാലും യോഗ്യരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുക. 249 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെയും ഈ ഒരു പേജിൻ്റെയും ലിങ്ക്, കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ നൽകാം. എല്ലാവരും പരിശോധിച്ച് നോക്കുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.